അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ സന്തോഷകരമായ ഒരു ദൗത്യം നിർവഹിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കൂടിയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഭാഗത്താണ് ഇപ്പോൾ നേരത്തെ നാം ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ സന്തോഷകരമായി നാം പിരിഞ്ഞു. ഇനി നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന നസറുദ്ദീൻ റഹ്മാനിയുടെ പ്രഭാഷണമാണ് ഇനി വരാനുള്ളത്. ഞാൻ കൂടുതലൊന്നും നീട്ടി പറയുന്നില്ല. ഇനി ഓരോ മിനിറ്റും ചിലപ്പോൾ നിങ്ങൾ ശപിച്ചെന്ന് വരും. അപ്പോൾ കാരണം ഇനി മഴ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. മഴ എന്ന് പറയുന്നത് നേരത്തെ ആരോ പറഞ്ഞല്ലോ, റഹ്മത്തിൻ്റെ മഴയാണ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹു ഈ സമയത്ത് മഴ തരുന്നത് വളരെ അത്യപൂർവമാണ്. കാരണം തുലാമാസം കഴിഞ്ഞു തുടങ്ങി, എന്നിട്ടും നമുക്ക് അള്ളാഹിൻ്റെ അനുഗ്രഹം കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അള്ളാഹിനെ സ്തുതിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഞാൻ ഒന്നും നീട്ടി പറയുന്നില്ല. നമ്മുടെ മദ്രസയുടെ ചരിത്രം പ്രൊഫസർ അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെ വിവരിച്ചു. ഈ മദ്രസക്കും അതുപോലെ തന്നെ ഈ സ്ഥലത്തിനും ഈ നാട്ടുകാരുടെ വിയർപ്പിൻ്റെ ഗന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാവുകയില്ല. കാരണം ഇതിൻ്റെ തറയിടലും ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളും മുഴുവനും നാട്ടുകാരുടെ പ്രവർത്തനമാണ്, അവരുടെ കഠിനാധ്വാനമാണ്. ഈ ചേലാട്ടെ ഈ പറമ്പിൽ നിന്ന് കല്ലുകൾ കൊണ്ടുവന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്നൊരു റാളിയൊക്കെയാണ് ഈ കല്ല് കൊണ്ടുവരിക. അപ്പോൾ എല്ലാവരും കൂടി ഉന്തിട്ട് വലിയ കല്ല് കയറ്റി ഇവിടെ കൊണ്ടുപോയി ഇറക്കും. അങ്ങനെയാണ് ഇതിൻ്റെ പണി, അതിൻ്റെ ഫൗണ്ടേഷൻ തുടങ്ങിയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവിടുന്ന് അങ്ങനെ പുരോഗതിയിലേക്ക് എന്നും പുരോഗതിയാണ് ദാറുസ്സലാമിന്. ഒരു കീഴ്പോട്ട് ഇതുവരെ ദാറുസ്സലാം വന്നിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇനിയും നമുക്ക് പുരോഗതി പ്രാപിക്കേണ്ടതുണ്ട്. ഈ മദ്രസ ഇപ്പോൾ ഒരു ബിൽഡിംഗ് അവിടെ എടുത്തു കഴിഞ്ഞു. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മുന്നേറ്റത്തിന് വേണ്ടിയാണ് നാം ആ ബിൽഡിംഗ് എടുത്തിട്ടുള്ളത്. വെറും ഒരു നമസ്കാര നിർവഹണത്തിന് മാത്രമല്ല, ഒരുപാട് ഉദ്ദേശങ്ങൾ ആ ബിൽഡിങ്ങിലുണ്ട്. നമുക്ക് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ജാതി ഭേദമന്യേ ഒരു സാംസ്കാരികമായ മുന്നേറ്റം ഇവിടെ ഉണ്ടാവണം. ഇതൊരു സുരക്ഷിത കേന്ദ്രമാവണം. ആർക്കും കയറിയിരിക്കാൻ പറ്റുന്ന ഒരു ഇടമാവണം. ഇവിടെ വന്നാൽ എന്തെങ്കിലും ഒന്ന് കിട്ടും എന്ന് ആളുകൾക്ക് ബോധ്യമാവണം. അതിനനുസരിച്ച് ഈ ബിൽഡിങ്ങിനെയും ഈ പ്രസ്ഥാനത്തെയും ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഈ നല്ല നാട്ടുകാരായ നമ്മളാണ്. നിങ്ങളുടെ സഹകരണം മാത്രമാണ് ഇതിൻ്റെ പുരോഗതിയുടെ പിന്നിൽ എന്ന് എനിക്ക് നല്ലോണം അറിയാം. ഈ മദ്രസ നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഞാൻ നല്ലോണം അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാളും ഇതിന് താല്പര്യമെടുക്കുന്നത് എനിക്കറിയാം. അവർ വിചാരിച്ചാൽ ആ വീട് പൊളിച്ച് വലിയൊരു ബിൽഡിംഗ് ആക്കി മാറ്റാൻ ഒരു പ്രയാസവും നേരിടുകയില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. പല സ്ഥലങ്ങളിലും സ്ത്രീകളാണ് ഇതിന് മുന്നിട്ടിറങ്ങുന്നത്. അവരടുത്തുള്ള കാശും അവരടുത്തുള്ള കാതിലുള്ളതും കഴുത്തിലുള്ളതും ഇപ്പൊ ഒരു പവൻ കിട്ടിയാൽ മതി. ഒറ്റ പവൻ കിട്ടിയാൽ 56,000 രൂപ. റഹ്മാനിയൊന്നും ആലോചിക്കണം. ഇപ്പൊ പെണ്ണുങ്ങളെ വിചാരിച്ചാൽ ബിൽഡിംഗ് എത്ര പെട്ടെന്ന് പൊന്തിക്കാൻ പറ്റും. കാരണം ഒരു ചെറിയൊരു മുറി മാല കിട്ടിയാൽ നമുക്കൊരു ഭാഗം അത് നന്നാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ ഇട്ട് തരുന്നുണ്ട്. കല്ലിത്ര, സിമെന്റിന് ഇത്ര, അതുപോലെ തന്നെ മണലിന് ഇത്ര. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ഓരോരുത്തർക്കും പറ്റിയത് എടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു ചാർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് തന്നെ ഇത് വലിയൊരു സ്ഥാപനമാക്കി മാറ്റാൻ പറ്റണം എന്ന ഒരു അഡ്വാൻസ് നിങ്ങളോട് ഞാൻ ഒരു വസിയത്തായി പറഞ്ഞു വെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിന് നമുക്ക് സഹായം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹിൻ്റെ സഹായത്തോടു കൂടിയാണ് നാം ഇതുവരെ വന്നിട്ടുള്ളത്. ഇനിയും അതിന് കൂടുതൽ അള്ളാഹിൻ്റെ സഹായം കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം, നാം പ്രാർത്ഥിക്കണം. ഇതിനു വേണ്ടി പ്രവർത്തിച്ച പഴയ നമ്മുടെ കാരണന്മാർക്കും പഴയ ഉമറാക്കൾക്കും ഉലമാക്കൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അവർക്ക് എന്നും ഇതിൻ്റെ പ്രതിഫലം കിട്ടട്ടെ. ഈ സ്ഥലം നമുക്ക് തന്ന കോമുകുട്ടി സാഹിബ്, അദ്ദേഹത്തിന് ഇപ്പോഴും അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന് വല്ലാത്തൊരു അദ്ദേഹത്തിൻ്റെ മക്കളും അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളും മക്കളും ഇതിനെ ചുറ്റും താമസിക്കുന്നുണ്ട്. അവർക്കും സന്തോഷകരമാണ്. അതുപോലെ ഇതിനെ പ്രവർത്തിച്ച ഒരുപാട് നമ്മളെ അപ്പമാരും ഉപ്പമാരും വല്യാപ്പമാരും വല്യമ്മമാരും ഒക്കെ ഇതിനെ അധ്വാനിച്ചവരാണ്. അള്ളാഹു അവർക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ഒന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കിടക്കുകയാണ്, കൂടുതലൊന്നും പറയുന്നില്ല.
നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ നിയന്ത്രിക്കുന്നത് നമ്മുടെ KNM പെരിയമ്പലം യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ഷെരീഫ് സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സദസ്സിൽ ഇവിടെ സാന്നിധ്യം അറിയിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ഷാനവാസ്ക, അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ന് നിങ്ങൾക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ തരാൻ ഇവിടെ എത്തിയിട്ടുള്ള നസീറുദ്ദീൻ റഹ്മാനി അവർകൾക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സദസ്സിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ മീറ്റിംഗ് നിയന്ത്രിക്കാൻ ഷെരീഫ് സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വിട വാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.